അഘോരി സന്യാസികൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ. നെറ്റിയിൽ ഭസ്മവും സിന്ദൂരക്കുറിയും മുഖത്ത് രൗദ്രഭാവവും. കണ്ണുകൾ മുകളിലേക്ക് നോക്കി കൈകൾ നീട്ടി തറയിൽ ചമ്രം പടിച്ചിരിക്കുന്നു മോഹൻലാൽ. ആരാധകരെ ആവേശത്തിലാക്കി മലൈക്കോട്ടെ വാലിബന്റെ വ്യത്യസ്തതയായിരുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു മലയാളി പ്രേക്ഷകരെ ആവേശത്തിലാക്കിയ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ നേരി എന്ന സിനിമ റിലീസ് ചെയ്തത്. റിലീസ് ചെയ്ത ദിനം മുതൽ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് റെസ്പോൺസിലൂടെ ഈ കൊച്ചു ചിത്രം മറ്റു പാൻ ഇന്ത്യൻ സിനിമകളെ പിന്നിലാക്കി വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ദിനത്തിലും അവധി ദിനത്തോടും പ്രമാണിച്ച് വലിയ തരത്തിലുള്ള റെസ്പോൺസാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളുടെ എണ്ണം കൂട്ടിയും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തും തിയേറ്ററുകൾ നിറഞ്ഞു കവിയുകയാണ്. വലിയ ഹൈപ്പില്ലാത്ത ഒരു കോർട്ട് റൂം ഡ്രാമയ്ക്ക് കിട്ടിയ റെസ്പോൺസ് മലയാളി സിനിമാ പ്രേക്ഷകരും സിനിമാ പ്രവർത്തകരും ആവേശത്തോടു കൂടിയാണ് കാണുന്നത്. എത്രത്തോളം സിനിമകൾ പരാജയപ്പെട്ടാലും ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ പിന്നീട് ബോക്സ് ഓഫീസിൽ സംഭവിക്കുന്ന പ്രതിഭാസം മുമ്പും മലയാള സിനിമ കണ്ടിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. സലാർ എന്ന പാൻ ഇന്ത്യൻ ചിത്രവും ഡെങ്കി എന്ന ഷാറുഖ് ഖാൻ സിനിമയും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടും അവയ്ക്കൊന്നും കിട്ടാത്ത തരത്തിലുള്ള റെസ്പോൺസ് ഈ ഒരു കൊച്ചു മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സസ്പെൻസുകളോ ട്വിസ്റ്റുകളോ തട്ടുപൊളപ്പൻ ഡാൻസുകളോ പാട്ടുകളോ ഒന്നുമില്ലാതെ 70% ഒരു കോടതി മുറിയിൽ നടക്കുന്ന സിനിമയ്ക്ക് ഇത്രയും വലിയ റെസ്പോൺസ് കിട്ടുന്നത് മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. നേരി എന്ന മലയാള സിനിമ നിറഞ്ഞോടുന്ന ഈ സമയത്താണ് അടുത്ത മാസം ജനുവരിയിൽ റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. വളരെ വ്യത്യസ്തതയാർന്ന ഈ പോസ്റ്റർ മലയാളി സിനിമാ പ്രേക്ഷകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുകയാണ്. അഘോരി സന്യാസികൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകൾക്കിടയിൽ മോഹൻലാൽ വ്യത്യസ്തതയാർന്ന ലുക്കിൽ ചമ്രം പടിഞ്ഞിരിക്കുന്നതാണ് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. നെറ്റിയിൽ ഭസ്മവും കുങ്കുമക്കുറിയും മോഹൻലാലിൽ കാണാം. ഏതായാലും നേരിന്റെ ഇന്റർവ്യൂകളിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ മലയാളത്തിലോ ഇന്ത്യയിലോ ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത പ്രമേയമാണ് മലൈക്കോട്ടെ വാലിബനെന്നും അതിനെ സ്പിരിച്വലായും വേണമെങ്കിൽ പ്രേക്ഷകർക്ക് കാണാമെന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കഥയുടെ ഒരു സൂചന പോലും നൽകാത്ത തരത്തിലുള്ള പാട്ടുകളും പോസ്റ്ററുമാണ് ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത്. ഏതായാലും മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ എന്ന ടാഗോട് കൂടി ഇറങ്ങുന്ന മലൈക്കോട്ടെ വാലിബൻ മലയാളികൾക്ക് ഒരു പുത്തൻ